കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തോടനുബന്ധിച്ച് പ്രത്യേക അവലോകന യോഗം സംഘടിപ്പിച്ചു. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തോടനുബന്ധിച്ച് റോഡ് വികസന കാര്യത്തിൽ ഗവൺമെന്റ് തലത്തിൽ നടപടികൾ ഉണ്ടാകണമെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ് പരിപാടിയിൽ പറഞ്ഞു. കൊട്ടിയൂർ ദേവസ്വം ബോർഡ് വളരെ ഇനീഷ്യേറ്റീവ് ചെയ്തുകൊണ്ട് കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ കാര്യങ്ങളുമായിട്ട് അവർ മുന്നോട്ട് പോകുന്നു. നേരത്തെ ആ കാര്യങ്ങൾ നമ്മൾ കേട്ടു. പക്ഷെ ഗവൺമെന്റ് തലത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, ആ കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടത് റോഡ് വികസനമാണ്. അതിന് മാനന്തവാടി മട്ടന്നൂർ റോഡ് വിമാനത്താവള റോഡായിട്ട് 2017 ഗവൺമെന്റ് ഒരു ഉത്തരവ് കൊടുത്തു. 17 കഴിഞ്ഞിട്ട് ഇപ്പൊ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും അതിന്റെ പണിയിലേക്ക് പോയിട്ടില്ല. ഏറ്റവും അവസാനം അതിന്റെ ലാൻഡ് അക്വിസിഷൻ മാത്രമായിട്ട്, ലാൻഡ് അക്വിസിഷൻ പ്രോസസ് തന്നെ തുടങ്ങിയിട്ടില്ല. അതിന്റെ സർവേയും കാര്യങ്ങളിലേക്ക് പോവുകയാണ്. ബന്ധപ്പെട്ട ആളുകൾ അതിന്റെ മറുപടി പറയണം. കളക്ടർ കാര്യത്തിൽ എന്ത് വേഗത്തിൽ ആ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അതിനിടയിൽ ഇതിന്റെ ഒരു പോർഷനായിട്ട് വരുന്ന അമ്പായത്തോട് പാൽച്ചുരം വോയിസ് ടൗൺ റോഡ്, ആ റോഡ് 2018 വെള്ളപ്പൊക്കത്തിൽ, ഏറ്റവും വലിയ വെള്ളപ്പൊക്കത്തിൽ തകർന്ന റോഡാണ്. കുറെ നാളത്തെ പരിശ്രമത്തിന്റെ ഫലമായിട്ട് ആ റോഡിന് ഭരണാനുമതി കിട്ടി. കുറെ പഠനം കിഫ്ബിക്കാർ നടത്തി. കാരണം വളഞ്ഞുള്ള റോഡാണ്. ആ റോഡിന് ഭരണാനുമതി കിട്ടി. ടെൻഡർ കഴിഞ്ഞു. ആ ടെൻഡർ കഴിഞ്ഞെങ്കിലും ഈ വർഷത്തെ ഉത്സവത്തിന് അത് ഉപയോഗപ്രദമായിട്ട് പണി തീരില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ താൽക്കാലികമായിട്ട് എങ്ങനെ ആ റോഡ് കുറെ കൂടി മെച്ചപ്പെടുത്തി ഗതാഗത യോഗ്യമാക്കാൻ സാധിക്കും എന്ന് പരിശോധിക്കേണ്ട. റോഡിനെ സംബന്ധിച്ച് രണ്ട് കാര്യം. വിമാനത്താവള റോഡ് എങ്ങനെ വന്നാലും പൂർത്തീകരിക്കാൻ അതിൻ്റെതായ തടസ്സം. ഒന്ന്, ലാൻഡ് അക്വിസിഷൻ പൂർത്തീകരിക്കണം. അതിനുശേഷം ഡീറ്റെയിൽ എസ്റ്റിമേറ്റ് വേണം. അതിന് ഭരണാനുമതി വേണം. ടെൻഡർ വേണം. ആ നടപടിയിലേക്ക് കടന്നാൽ അടുത്ത വർഷം പോലും ആ പ്രവൃത്തി പൂർത്തീകരിക്കുന്ന ആർക്കെങ്കിലും, മരാമത്ത് വകുപ്പിന്റെ ആർക്കെങ്കിലും പറയാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല. കൊട്ടിയൂരിൽ ഇനിയും പ്രാവർത്തികമാകേണ്ട വികസന സാധ്യതകളെക്കുറിച്ച് ദേവസ്വം മന്ത്രി കെ മുരളീധരനും പരാമർശിച്ചു. യോഗത്തിൽ ജില്ലാ കളക്ടർ പി വിഷ്ണുരാജ്, ദേവസ്വം ഭാരവാഹികൾ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ, കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. പ്രൈം വിഷൻ ന്യൂസ്, ഇരിട്ടി.